അന്ധമായ മാതൃത്വത്തെ ഭയക്കുന്ന അധർമ്മിയായ പുരുഷനാണ് ഞാൻ. പുനരുൽപാദന ഗുണങ്ങളും ഉത്തരവാദിത്ത ബോധവുമുള്ള ഇവരിൽ തന്നെയാണ് എൻ്റെ നിലനിൽപ്പും അശരണതയായുള്ള ആശ്രയത്വവും അറിയുന്നത്. ജൈവവ്യവസ്ഥയുടെ ദൈവം എന്നെ സുഖത്തിലേക്ക് കടത്തിവിടുന്നു. അപ്രത്യക്ഷമായിരിക്കുവാൻ മാത്രം സാധിക്കുമെങ്കിൽ എനിക്ക് മരിക്കേണ്ടതില്ല. ഞാൻ ആ മന്ത്രവാദിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ആദ്യം എന്നിലേക്ക് തന്നെ ഞാൻ ആ മന്ത്രം പ്രയോഗിക്കുകയാണ്. ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ. 4 കോടി 42 ഈശ്വരന്മാര് തുണയായി തന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാര്. 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി തന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാർ. പറയുണ്ടോന്ന് ചോദിച്ചേർന്ന വെളിച്ചപ്പാടിനോട് 3-4 പറയും കളമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി വയ്യാന്ന് വീട്ടുകാർ പറഞ്ഞു. പിന്നീട് വാര്യത്തെ വയസ്സായ സ്ത്രീ വസൂരി വന്ന് മരിച്ചു ഒന്നും കേട്ടു. അരി അറിയാൻ വേണ്ടിയിട്ട് പോയിട്ട് കുളങ്ങരയ്ക്ക് മടങ്ങാതെ ഭാര്യ വീട്ടിൽ പോയിട്ട് മരിച്ച ഒരു വെളിച്ചപ്പാടിന്റെ കഥയുണ്ടല്ലോ. ചൂലപ്പുരത്ത് രാമൻ നായർ പുരമുണ്ടേക്കാവ് വസൂരി ബാധിച്ച വീടുകളിലേക്ക് അരി എറിയാൻ പോയി. കൽപ്പനയിൽ ഞാനിനി മടങ്ങില്ല എന്ന് പറഞ്ഞു. പുറകിൽ ആരോ ഉണ്ടെന്ന് തോന്നി. തിരിഞ്ഞു നോക്കി, ആരുമില്ല. അപ്പോഴേക്കും പൊന്തി 7-ാം ദിനം മരിച്ചു.
ഉച്ഛിഷ്ടമെല്ലാം അകത്താക്കണമെന്ന് എനിക്ക് തോന്നി. ആർക്കും വേണ്ടാത്തതും പുറന്തള്ളിയതുമെല്ലാം കൈവശമാക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു വെബ് ക്യാമറ വാങ്ങി എന്നെ തന്നെ ചിത്രീകരിച്ചു തുടങ്ങി. നല്ല അമ്മയാണ് ഈ ക്യാമറ. പക്ഷേ ഗംഭീരവും സഹിക്കാവുന്നതിനേക്കാളേറെയുമായ ഈ കരുണ ഈ കുട്ടിയെ ശ്വാസം മുട്ടിക്കുന്നു. ഞാനാണ് ആ കുട്ടി. പിതൃാധിപത്യപരമായ പ്രമാണങ്ങളിൽ ചലനങ്ങളുടെയും പ്രതിഫലനങ്ങളുടെയും ഇടയിൽ ശരിയായ നിലപാട് ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്വയം നിരീക്ഷണ വിധേയമായിരിക്കുന്നു. ഇതൊരു മാനുഷിക വിഷയമാണ്. ഞാനൊരു യന്ത്രസ്നേഹിയാണ്. എൻ്റെ ശരീരത്തിനോട് ഞാൻ പ്രണയത്തിൽ വീണിരിക്കുന്നു. ഇവരെല്ലാം എവിടെ ചെന്നെത്തുന്നു? പക്ഷേ അവരൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. സമൂഹം പുറന്തള്ളിയ പ്രവാസികളാണവർ. ചൊറിയാനായി കയ്യെത്താത്ത ഒരു ചൊറിച്ചിൽ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ ശല്യം മറ്റൊന്നില്ല.
ഭാവതീക്ഷ്ണതയാണിത്. അവളെ ഒറ്റ കാണിയാലും ഞാൻ നോക്കട്ടെ അവിടെ ഇനി എനിക്ക് ഇതിനെ കൊണ്ടുപോകാൻ ആരോപിക്കാനോ കൊടുത്തോനോ കൈകാര്യം ചെയ്യാനോ ഒന്നും സാധ്യമാവില്ല. അതുകൊണ്ട് ഇവിടുള്ള അമ്മയാണ് എനിക്കറിയില്ല. അതാണ് തളച്ചു കിട്ടുക.
എന്നാ പിന്നെ അമ്മ എനിക്ക് അന്നൊരു തുട്ട് തന്ന് ഞാനോട് അവിടെ കൊണ്ടാക്കാനാ പറഞ്ഞത്. ഞാൻ അവിടെ കൊണ്ടുവച്ചത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. മണ്ണ് നിലത്തിലും ഇരിക്കുന്ന സ്ഥലത്ത് വിടാൻ പറഞ്ഞു. അത് അങ്ങനെ രണ്ടോടത്തും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വേലയ്ക്ക് ഇവിടെ വെച്ച് സംഭവം ഇത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അമ്മേ ഇതൊക്കെ ഉണ്ടായി. ഈ ആണ്ടിലില്ല അമ്മ വിത്തിട്ടിട്ടില്ല. ഒന്നാണ് കൈ വെച്ചത്. അറിവുമായിട്ടാണ് എൻ്റെ കുട്ടി. അറിവ് ഇവിടെ എവിടെയേ ഒളിച്ചു കിടപ്പുണ്ട്. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാലത്തിൽ ഒരു ഓട്ടപ്രദർശനം മാത്രമേ ഉള്ളൂ. ഞാനും ഒരു ചെറു മനുഷ്യനല്ലേ, കോമരമല്ലേ. ഞാനും പലപ്പോഴും കാവിലമ്മയോട് തേടാറുണ്ട് വിശദീകരണം. അങ്ങനെയല്ല, നിന്റെ സൗകര്യത്തിനുള്ള വിശദീകരണമാണ് നിനക്ക് വേണ്ടത്, എനിക്കല്ല. നിനക്കും നിന്റെ ലോകത്തിനും പാകമാകുന്നത് എനിക്ക് മനസ്സിലാവാത്തത് നിന്റെ യുക്തിയാ. കരുത്തുണ്ടോ ഇല്ലെന്ന് നീ അറിയണം. അതറിഞ്ഞില്ലെങ്കിൽ സംസാരം കൊണ്ട് കാര്യമില്ല. നിന്റെ കൂടെ നിന്റെ ചങ്ങാതിമാരുണ്ട്, എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷെ ഉള്ള കരുത്ത് മുഴുവൻ ആവാഹിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് പോരാ, നീ ശരിക്കും കരുത്തനാവണം. ഉള്ള കരുത്തിൽ കൂടുതൽ കാട്ടാൻ എനിക്ക് എങ്ങനെ കഴിയും? 10 വർഷം മുമ്പേ ചെയ്യാതിരുന്ന കാര്യം ഇപ്പൊ ചെയ്യുന്നില്ലേ? അത് അന്നും ഇന്നും ഒരുപോലെ തന്നെ. പിന്നെ നിന്നെ കുറിച്ച് ഉള്ള നിന്റെ ബോധമാണ് മാറിയിരിക്കുന്ന കുട്ടി, അല്ലേ? ആ കുര കേൾക്കുന്നില്ലേ? ഏറ്റവും ദുഃഖകരമായ നിലവിളിയാണ് ആ കേൾക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ നായയിലൂടെ നിലവിളിക്കുകയാണ്. ജീവിതകാലം മുഴുവനും പരസ്പരം കീഴടങ്ങിക്കഴിയുന്ന കൂട്ടുകാർ. അവന് യാചിക്കുന്നത് വരണ്ട അവസ്ഥയിൽ നിന്ന് മരണം വന്ന് അവനെ മോചിപ്പിക്കണമേ എന്ന്. അത് എനിക്ക് എൻ്റെ ദുഃഖങ്ങളെപ്പറ്റിയും എങ്ങോട്ട് പോകും, എന്തു ചെയ്യും എന്നതിനെപ്പറ്റിയും ചിന്തിപ്പിക്കുന്നു. ദൈവങ്ങൾ യഥാർത്ഥത്തിൽ ശക്തരല്ല. അധികാരമോഹം അവരെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നു. വിരക്തി അവർക്ക് ബാലികേറാമലയാണ്. ശൂന്യതയെ പറ്റിയുള്ള വിചാരവീജിയാണ് നിദ്ര. കണ്ട കാര്യങ്ങൾ, മറക്കാത്ത കാര്യങ്ങൾ അവ ബോധമണ്ഡലത്തിൽ മടങ്ങിയെത്തുമ്പോൾ ഓർമ്മ പിറക്കും. സുഷുപ്തിയുടെ സ്മരണയാണ് സ്വപ്നം. ആ അവസ്ഥ കരിഞ്ഞ വിത്തുകളെ പോലെയാണ്. അവ ഫലപ്രദമായും അവർക്ക് പുതിയ സംസ്കാരമോ ബന്ധമോ കെട്ടിപ്പടുക്കാനാകും. ഒരു നാടകത്തിന്റെ അവസാന പ്രദർശനത്തിന് നടനെ പോലെ അവൻ എത്ര നന്നായി അഭിനയിച്ചാലും കാണികൾ എത്ര അഭിനന്ദിച്ചാലും ആ നാടകം ഇനി ഒരിക്കലും അരങ്ങേറും. അവന്റെ അഭിനയം കൊണ്ട് അവനൊന്നും ഇനി നേടാനുമില്ല. എങ്കിലും തിരശീല വീഴും വരെ അവൻ അഭിനയിച്ചേ പറ്റൂ. എന്നിട്ട് ഇത് മുരുകൻ മലയാളം മുഖ്യധാരാ സിനിമകളിൽ വെളിച്ചപ്പാടായി മാത്രം അഭിനയിക്കുന്ന നടൻ. 2 വർഷങ്ങൾ തുടർച്ചയായി 10 വെളിച്ചപ്പാടെങ്കിലും അഭിനയിച്ചതുകൊണ്ട് ആ അവസ്ഥയുമായി ഇയാൾ ലയിച്ചു പോയിരിക്കുന്നു. ഇത് മായാദർപ്പണം, അവസാനം വിച്ഛിന്നമായി പോകേണ്ട ദർപ്പണം. അത് അമ്മ ദൈവം ആയതാണല്ലോ. മനുഷ്യ ജീവിതത്തിൽ ജനിച്ചിട്ട് അമ്മ ദൈവം ആയതല്ലേ. അപ്പം അമ്മ കല്യാണം കഴിച്ച സമയത്ത് അമ്മയും ഭർത്താവായിട്ട് കൂടി കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ തെറിപ്പാട്ട് പാടിയിട്ട് നമ്മുടെ
മതം തീർത്തും കൊണ്ടിരിക്കുകയാണല്ലോ ഒന്ന്. മായ മോഹം പ്രതിദിനം മൂത്തുവായ സിംഗ നിറഞ്ഞു ഹൃദയത്തിലായതൊക്കെ മനസ്സിലായോ? ഈ 41 വയസ്സിൽ വെട്ടിത്തെളിഞ്ഞപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ദർശനമായിട്ട് ഭർത്താവായിട്ട് ഉപേക്ഷിക്കണം പറഞ്ഞു. അന്ന് തൊട്ട് ഇന്നത്തോളം നമ്മൾ ഉപേക്ഷിച്ചെടുക്കാം. ഭർത്താവ് വീട്ടിലുണ്ട്. വീട്ടിലുണ്ടല്ലേ? ബന്ധമൊന്നുമില്ല? ഒന്നുമില്ല. മുണ്ട് ഇരിക്കും, ജീവിക്കും, പണിയിരിക്കും. രണ്ടാളും കൂടി അഞ്ചോളം എന്തെങ്കിലും വയ്ക്കുന്ന പണിക്ക് പോകും, കൊണ്ടും വയ്ക്കും, കുടിക്കും. ഭർത്താവിന് വേറെ വിശ്വാസം ഉണ്ടോ? ഭർത്താവ് ചെറുപ്പക്കാരനായിരിക്കുന്ന പക്ഷെ അത് പറഞ്ഞിട്ടല്ല. കൊല ദൈവമായിട്ട് 3-ാം തലമുറയ്ക്ക് എന്റെ തറവാട്ടിൽ ഞാൻ തെരഞ്ഞെടുക്കും. എനിക്ക് എന്റെ ഭർത്താവ് ആ പേര് പോയാൽ എനിക്കൊരു ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അമ്മയെ വിശ്വസിച്ച് കുത്തിരിക്കാന്ന് മാത്രം. അയാൾ പോയില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞത് മാത്രം. ഞാന് അമ്മയെ വിശ്വസിച്ചു. അമ്മയ്ക്ക് സത്യം തരുവാണ്. എന്റെ ഭർത്താവിന് ഇപ്പൊ 56-58 വയസ്സായി. അയാൾ ഇനിയിപ്പോ പോയില്ല. എനിക്ക് വിശ്വാസമാണ്. പക്ഷെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. അമ്മ നോക്കിക്കോട്ടെ. എനിക്ക് അങ്ങനെ ഒരു മോഹേ ഇല്ല. അല്ല ഈ ഭാർഗവൊന്നും കണ്ടിരിക്കണേ. ഭർത്താവ് ഇപ്പോഴും ഉണ്ടോ? താനാരും തന്നാരും അമ്മത്താനാരും തന്നാരേ ചൂടുന്ന തമ്പുരാന്റെ മഹക്കൊമ്പൻ കൊച്ചിടം താനാരും തന്നാരും ദേവി താനാരും തന്നാരേ ആഭരണങ്ങളൊന്നും അറിയാതെ ആവാസവേഷത്തിലെന്നരുകൾ താനാരും തന്നാരും ദേവി താനാരും തന്നാരേ പോലെ നിൽക്കുന്ന ഭാവമ്പ കർച്ചാപ വിച്ചതുണ്ട്. ഇന്നലെ എങ്ങു പോയി എങ്ങും വരാതെ നീ എന്നും വരുന്നവൾ എല്ലാം ചൊല്ലുക. പൂർണ്ണ പോലെ തെളിഞ്ഞിരുന്ന നാമുഖം ഇന്നു ഞാൻ കണ്ടിട്ട് പേടിക്കുന്നു. വാളും പരിചയോ മേന്തിയങ്ങുച്ചമായി അട്ടകാശങ്ങൾ മുഴങ്ങിടുന്നു. ദേവി കൊടുങ്ങല്ലൂരംബികെ ഞാനിതാ താപക ചേവടി കൈതൊഴുന്നേ. ദേവി കൊടുങ്ങല്ലൂരംബികെ ഞാനിതാ താപക ചേവടി കൈതൊഴുന്നേ. മുമ്പിൽ നിന്നൊരു പാട്ടുപാടിയിടുവാൻ തിരുമനത്താവണം രഞ്ജനരേ. കണ്ണനാരുടെ തൃക്കണ്ണിൽ തമ്പുറപ്പെട്ട ഭദ്രകാളി ദുഃഖവും സന്തോഷവും കലർന്ന വികാരത്തോടെ വെളിച്ചപ്പാടുകൾ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് യാത്രയായി ഞാൻ. എൻ്റെ സുഹൃത്തുക്കളെ പറ്റിയും എനിക്കെപ്പോഴും സന്തോഷം പകർന്നിരുന്ന ശീലങ്ങളെ പറ്റിയും ഞാൻ ചിന്തിച്ചു. പക്ഷേ പിന്നീട് ആ ശീലങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടതായി എനിക്ക് മനസ്സിലായി. അതോടെ എൻ്റെ ജീവിതം വിരസവും ശൂന്യവുമായി. ശക്തിയുടെ ബന്ധികളാണ് നാം എന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നാമെല്ലാം. നമ്മൾ മാത്രം എന്തിന്, പ്രത്യേകിച്ച് എന്നത് ആർക്കും അറിയില്ല. പക്ഷേ എന്തൊരു മഹാഭാഗ്യം